ഹായ് പി എസ് സി ആസ്പിറൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയുള്ള 30 ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചും. ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റ് മെയ് 2 വന്നിരിക്കുന്നത്. തളർത്താൻ ഒരുപാട് പേര് കാണും, പക്ഷേ തളരരുത്. ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു വരുന്ന പ്രിലിംസ് ക്രാക്ക് ചെയ്തിരിക്കും. ഞാൻ തരുന്ന ഉറപ്പാണ്. ഫസ്റ്റ് വൺ, ഡെയിലി 2 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വർക്കൗട്ട് ചെയ്യുക. പറ്റിയില്ലെങ്കിൽ ഒരു PYQ വർക്കൗട്ട് ചെയ്യുക. ഫസ്റ്റ് ദിവസം നിങ്ങൾക്ക് 10 മാർക്കേ കിട്ടത്തുള്ളൂ, ചില ദിവസം നിങ്ങൾ 15 മാർക്കേ കിട്ടത്തുള്ളൂ. ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അന്നത്തെ ടോപ്പിക് സെലക്ഷൻ നടത്തി അതിൽ നിന്ന് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഈ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്ത് നിങ്ങൾ സിലബസിൽ അടയാളപ്പെടുത്തി നിങ്ങൾ പഠിച്ചു നോക്കിയേ. 15 ദിവസം കൊണ്ട് നിങ്ങളൊരു 150 ടോപ്പിക്സോളം കവർ ചെയ്തിരിക്കും. ഇത് എൻ്റെ ഉറപ്പാണ്. ഞാൻ പഠിക്കുന്ന ഈ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഓട്ടിച്ച് പറയാം. ഇപ്പം ഇംഗ്ലീഷിൽ നിന്ന് ഇഫ് ക്ലാസ് പഠിക്കാതെ പോകരുത്, റിപ്പോർട്ടർ സ്പീച്ച് പഠിക്കാതെ പോകരുത്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കാതെ പോകരുത്. ഈ 3 ടോപ്പിക്സും കമ്പൾസറി മസ്റ്റ്. ആർട്ടിക്കിൾസും ആണ്, ടെൻസ് ഉണ്ട്. സോ 5 ടോപ്പിക്സ് കിട്ടിയില്ലേ. നെക്സ്റ്റ് മേഴ്സിൽ നിന്ന് സ്പീഡ്, ടൈം ആൻഡ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ പഠിക്കാതെ പോകരുത്. അതുപോലെ തന്നെ കലണ്ടർ, ഏജ് പ്രോബ്ലംസ്, അതുപോലെ സ്ഥാനം, അതുപോലെ തന്നെ സ്ഥാനബന്ധങ്ങൾ, അങ്ങനെ പഠിക്കാതെ പോരുത്. ആ 5 ടോപ്പിക്സ് കറക്റ്റായി. നെക്സ്റ്റ് പറയുന്നത് കറണ്ട് അഫേഴ്സിൽ നിന്ന് പഠിക്കാതെ ഓപ്പറേഷൻ ഓപ്പറേഷൻ അജയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ, നൊബേൽ സമ്മാനം 2025 പഠിക്കാതെ പോകരുത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സാമൂഹിക ക്ഷേമ പദ്ധതികൾ കമ്പൾസറി ആയിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മലയാളം വചനം, പരദശുദ്ധി, പര്യായ പദം തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മൗലിക അവകാശങ്ങൾ പഠിക്കാതെ പോകരുത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മൗലിക കടമകൾ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, യൂറോപ്യന്മാരുടെ ആഗമനം, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവം, ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവം തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് നോക്കേണ്ടത് IT ഒരു ബേസിക്സ് ആയിട്ടുള്ള ആർട്ടിക്കിൾസുകൾ നോക്കി വയ്ക്കണം. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് PSC കിട്ടും. പിന്നെ നെക്സ്റ്റ് പറയാനുള്ള കാര്യം സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതൊക്കെ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എടുക്കുന്ന ടൈം രാത്രികളെ പകലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള 30 ദിവസം നമ്മൾ ചെയ്യേണ്ടത്. കഷ്ടപ്പാടിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഞാൻ പഠിക്കുന്ന മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത്. വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളും സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളും തിരിച്ച് തന്നെ പഠിക്കുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്കണോമിക്സിൽ നിന്ന് നീതി ആയോഗ്, അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ ഇൻകം മെത്തേഡ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്.